കുറഞ്ഞ പ്രായത്തിൽ തന്നെ മുട്ട് തേയ്മാനം കാണുമ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. OPD-യിൽ മുട്ട് തേയ്മാനം കാണുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ്. പ്രത്യേകിച്ചും ഈ മധ്യവയസ്സ് അല്ലെങ്കിൽ 40-45 വയസ്സ് ആവുമ്പോൾ അവർക്ക് മുട്ടുവേദന തുടങ്ങും. ഈ മുട്ട് തേയ്മാനം എന്ന് വെച്ചാൽ ഏത് ആളുകൾക്കും വരാം. ഇതൊന്നും ആക്ച്വലി ഒരു വലിയ മെഡിസിൻ അല്ല, നമ്മളെ ഓൺ ബയോളജിക്സ് ആണ്. ഒരു ഇഞ്ചക്ഷൻ ചെയ്ത ഉടനെ മുട്ടുവേദന ഫുള്ളായിട്ട് മാറി, തേയ്മാനം ഫുള്ളായിട്ട് മാറി എന്നല്ല. ഇപ്പോൾ മിനിയാന്ന് OP-യിൽ ഒരു മുട്ടുവേദനയായിട്ട് ചെറുപ്പക്കാരൻ വന്നു. നോക്കുമ്പോൾ 36-37 വയസ്സേ ഉള്ളൂ. പക്ഷേ കുറച്ച് വണ്ണം കൂടുതലാണ്, തടി കൂടുതലാണ്, നടക്കുമ്പോൾ എല്ലാം വേദന, ഒരസുമ പോലെ തോന്നുക, വീണിട്ടില്ല അല്ലെങ്കിൽ പരിക്ക് പറ്റിയിട്ടില്ല. ഇപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പം എന്താ കാണുന്നത് വെച്ചാൽ മുട്ട് തേയ്മാനാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്, മുട്ട് തേയ്മാനം അല്ലെങ്കിൽ മുട്ടുവേദന കൊണ്ട് മുട്ടിനുണ്ടാകുന്ന തേയ്മാനം കൊണ്ടുള്ള വേദന എന്ന് പറഞ്ഞ് പണ്ടൊക്കെ വയസ്സാകുന്നതെല്ലാം എന്നെ കണ്ടത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് പ്രായം കുറഞ്ഞവരിൽ, പ്രത്യേകിച്ച് സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ, ഒത്തിരി വെയിറ്റ് കൂടിയവരിൽ, തീരെ എക്സസൈസ് ചെയ്യാത്തവരിൽ വരെ മുട്ട് തേയ്മാനം കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ തന്നെ മുട്ട് തേയ്മാനം കാണുമ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് പല രീതിയിലുള്ള ആളുകൾക്ക് നമ്മൾ OPD-യിൽ മുട്ട് തേയ്മാനം കാണുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ്. പ്രത്യേകിച്ചും ഈ മധ്യവയസ്സ് അല്ലെങ്കിൽ 40-45 വയസ്സ് ആവുമ്പോൾ അവർക്ക് മുട്ടുവേദന തുടങ്ങും. എന്നിട്ട് മെല്ലെ മെല്ലെ അങ്ങനെ അത് കൂടും. പക്ഷേ അത് യൂഷ്വലി അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു പ്രിവെൻഷൻ നടത്തുന്നില്ല എന്നാണ്. എന്തുകൊണ്ട് അത് വന്നു എന്ന് കൂടുതൽ ആലോചിക്കാതെ മുട്ട് വേദനനെ ചികിത്സ ചെയ്യുകയാണ് ചെയ്യുന്നത്. പെയിൻ കില്ലർ എടുക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഒഴിച്ച് നടത്തുന്നു, തൈലം തേക്കുന്നു. യൂഷ്വലി എന്താണ് സംഭവിക്കുന്നത്, നമ്മളെ ബോഡിയിലുള്ള ഒരു ഡീജനറേഷൻ എന്ന് വെച്ചാൽ തേയ്മാനമാണ്. നമ്മളെ മുട്ടിന് ചുറ്റുമുള്ള കാർട്ടിലേജിന് തേയ്മാനം വന്നിട്ട് അവിടെ നീർക്കെട്ടി, അതിൻ്റെ കൂടെ ചിലർക്ക് ഇൻഫ്ലമേഷനും വരാം. അങ്ങനെയാണ് ഈ മുട്ട് തേയ്മാനം ഉണ്ടാകുന്നത്. ഈ തേയ്മാനം കൂടിയാണ് അതിൻ്റെ സ്റ്റേജസ്, മുട്ട് തേയ്മാനത്തിൻ്റെ സ്റ്റേജസ് നമ്മൾ എക്സ്റേ സ്റ്റേജ്, KL ഗ്രേഡിംഗ് എന്നൊക്കെ പറയും. ഒരു സ്റ്റേജസ് ഇങ്ങനെ 1, 2, 3, 4 അങ്ങനെ ആയിട്ട് കൂടുക. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 മുട്ടുകളും 2 എല്ലുകളും തമ്മിൽ കൂട്ടിയിടിക്കുന്ന സ്റ്റേജാണ് പറയുന്നത്. ആ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് മുട്ട് മാറ്റി വെക്കണം. പക്ഷെ അതുവരെയുള്ള സ്റ്റേജസ്, നമുക്ക് 4 വരെയുള്ള സ്റ്റേജസ് നമുക്ക് ഒത്തിരി പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാനും പറ്റും. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മുട്ട് എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നൊരു ജോയിൻ്റാണ്. 2 കാലിൻ്റെ അടി, 2 എല്ലിൻ്റെ അടിയുള്ള ജോയിൻ്റ്. നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ചാടുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നതാണ്. അവിടെ അതിനുള്ളൊരു കാർട്ടിലേജ് കവറിങ് ഉണ്ട്. അതിനുള്ള തേയ്മാനം വരുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള ഇൻഫ്ലമേഷൻ, ഇപ്പോൾ പുതിയ സ്റ്റഡി പറയുന്നത് ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് അതൊരു വെറും ഒരു എല്ലിൻ്റെ അസുഖം അല്ല, ഒരു മെറ്റബോളിക് അസുഖം പോലെയാണ്. പല കാര്യങ്ങളുണ്ട്. നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ഹോർമോണൽ കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും ഇൻവോൾവ് ആയ മെറ്റബോളിക് ഡിസീസാന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, ഈ മുട്ട് തേയ്മാനം എന്ന് വെച്ചാൽ ഏത് ആളുകൾക്കും വരാം. അത് വന്നാൽ അത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ അത് കൂടി അതിൻ്റെ സ്റ്റേജ് അല്ലെങ്കിൽ ഗ്രേഡിങ് മാറിയിട്ട് അതിനെ മുട്ട് മാറ്റിവെക്കൽ മോഡലുള്ള സർജറിയിലേക്ക് കടക്കേണ്ട ആവശ്യം കാണാറുണ്ട്. ഇത് നമുക്ക് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പറയാം. നമുക്കൊരു മുട്ടുവേദന വന്നാൽ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എത്ര ദിവസമായിട്ടുള്ള വേദന, പരിക്ക് പറ്റും, ഇപ്പോൾ എന്തെങ്കിലും ഓടുക, ചാടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ആവുക, അങ്ങനെയൊക്കെ വന്നിട്ടുള്ള മുട്ടുവേദനയൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ഉടനെ തന്നെ ചെക്ക് ചെയ്യണം. കാരണം അത് എക്സ്റേ അല്ലെങ്കിൽ MRI സ്കാനെല്ലാം എടുത്തിട്ട് എന്തെങ്കിലും ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടോ ഇത് നോക്കണോ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള മുട്ടുവേദന, നല്ല സ്വെല്ലിങ്, നല്ല മുട്ടിന് ചുറ്റും നല്ല നീര് വെക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു ടെൻഡൻ അല്ലെങ്കിൽ ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെമറ്റോമ പോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെയൊക്കെയാണ് ഉടനെ തന്നെ ഓർത്തോപെഡിക് സർജൻസിനെ കണ്ട് അത് ട്രീറ്റ് ചെയ്യണം. എന്താ പഴക്കം ചെന്ന്, അതായത് മുട്ടുവേദന ഇങ്ങനെ മെല്ലെ മെല്ലെ കൂടി വരിക, അത് 1-2 മാസമായിട്ട് ഇങ്ങനെ കൂടി വരിക, 3-ലേറെ മാസത്തിന് ശേഷമായിട്ട് കുറയുന്നില്ല, അങ്ങനെ മെല്ലെ മെല്ലെ കൂടി വരുന്നതിനാണ് ക്രോണിക് നീ പെയിൻ അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഇൻഡ്യൂസ്ഡ് നീ പെയിൻ എന്നൊക്കെ പറയുന്നത്. ഇതൊരു ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഡീജനറേഷൻ പ്രോസസ്സാണ്. അവിടെയുള്ള തേയ്മാനം ഇങ്ങനെ കൂടി നമ്മുടെ കാർട്ടിലേജ് ഇങ്ങനെ തേയ്മാനം പൊടിഞ്ഞ് വരുന്ന അവിടെ നീര് കെട്ടുണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിന് സാധാരണ രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല. എന്താ പ്രശ്നം വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് മാത്രം പറയാമല്ല, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ന്യൂട്രീഷൻ, നല്ല ഫുഡ് കഴിക്കുക, നല്ല എക്സസൈസ് ചെയ്യുക, സ്ട്രെങ്തനിങ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതോടുകൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സാ രീതിയാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. പുതിയ റീജനറേറ്റ്, അതായത് ഉള്ള സാധനത്തിനെ ഒന്നുകൂടെ റീജനറേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു സാധനം ഡാമേജ് ആയാൽ നമുക്ക് എന്ത് പറ്റും, അത് ഉടനെ തന്നെ ഫുള്ളായിട്ട് മാറ്റി വെക്കണമെന്നില്ല, അതിന് സപ്പോർട്ട് കൊടുക്കാം. നമുക്ക് അവിടെയുള്ള അവിടെയുള്ള ടിഷ്യൂ കാർട്ടിലേജൊക്കെ റീജനറേഷൻ, അവിടെ നീർക്കെട്ട് കുറക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വേർഡാണ് റീജനറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ പെയിൻ ബയോളജിക്സ് എന്നൊക്കെ പറയും. ഇതെന്താ സംഭവം, നമ്മളെ ബോഡിയിൽ നമുക്കൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ടിഷ്യൂ ഡാമേജ് എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് എന്താ സംഭവിക്കുക, നമുക്കൊരു മുറിവ് പറ്റിയാൽ അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളത് ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്ത് ഡ്രസ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിലും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങും. കാരണം നമ്മുടെ ബ്രെയിന് സിഗ്നൽ കൊടുക്കുന്നുണ്ട്, ഇവിടെ ഡാമേജ് ഉണ്ട്, അവിടെ എന്തായാലും റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ സിഗ്നലിംഗ് പോലെ തന്നെ മുട്ടിൻ്റെ ഉള്ളിൽ ഡാമേജ് കൊടുക്കുമ്പോൾ സിഗ്നലിംഗ് കപ്പാസിറ്റി കുറവാണ്, അവിടെ അത്രയും ബ്ലഡ് സപ്ലൈ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ
അവിടെ ഒരു ബ്ലഡ് പ്രൊഡക്റ്റ് നമ്മളുടെ PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, നമ്മൾ കൊടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് അല്ല, റിച്ച് പ്ലാസ്മയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട്. എന്തൊക്കെ? ഗ്രോത്ത് ഫാക്ടേഴ്സ്, ട്രാൻസ്ഫോർമിങ് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ അവിടെ ഉള്ള ടിഷ്യൂ, അവിടെ ഉള്ള കാർട്ടിലേജ് ഡാമേജ് ആയിട്ട് നിൽക്കുന്ന കാർട്ടിലേജ് ടെൻഡൻസിനൊക്കെ റിപ്പയർ ചെയ്യാനുള്ള, അതായത് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന അത് കൂടാനുള്ള, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരാനുള്ള ഫാക്ടേഴ്സ്. അതേപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനാണ് സൈറ്റോകൈൻസിൻ്റെ എല്ലാം കുറക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫാക്ടേഴ്സ്, അതേപോലെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ വാസ്കുലർ എൻഡോട്ടീർ, അവിടെയുള്ള രക്തോട്ടം കൂടാനും നീര് വലിയാനൊക്കെ ഉപയോഗിക്കും വാസ്കുലർ എൻഡോട്ടീന ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഇങ്ങനത്തെ ഒത്തിരി ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതായത് ബ്രെയിൻ അവിടെ ഒരു സിഗ്നലിങ് കൊടുക്കുകയാണ്, ഇവിടെ ഡാമേജ് ഉണ്ട്, അതായത് നമുക്കൊരു മുറി പറ്റിയാൽ ഉണങ്ങുന്ന പോലെ തന്നെ അതേപോലെ സിറ്റുവേഷൻ നമ്മൾ ഈ മുട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുകയാണ്. ഇതിനാണ് നമ്മൾ PRP, പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ BMAC എന്ന് പറയും, ബോൺ മാരോ ആസ്പിറേറ്റ് കോൺസെൻട്രേറ്റ് എന്ന് പറയും. ഇതൊന്നും ആക്ച്വലി ഒരു വലിയ മെഡിസിൻ അല്ല, നമ്മളെ ഓൺ ബയോളജിക്സ് ആണ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ ബ്ലഡിൽ നിന്ന് അല്ലെങ്കിൽ ബോൺ മാരോ നിന്ന് എടുക്കുന്ന ഈ ദ്രാവകങ്ങൾ വഴി അത് നമ്മൾ എവിടെയാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്, അവിടെ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴാണ് പെയിൻ ബയോളജി എന്ന സിസ്റ്റം തന്നെ ആക്ടിവേറ്റ് ആകുന്നത്. ആക്ച്വലി ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു തേയ്മാനുള്ള മുട്ടിൽ നമ്മളൊരു BMAC അല്ലെങ്കിൽ നമ്മൾ ബോൺ മാരോ നിന്ന് എടുക്കുന്ന കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്, നമ്മുടെ ബ്ലഡിൽ നിന്ന് എടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ കൊടുക്കുമ്പോൾ അവിടെ അത് സ്ലോലി റിപ്പയർ ചെയ്യാണ്. ഇത് പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ, നമ്മൾ സാധാരണ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒരു ഒറ്റയടിക്കുന്ന ഒരു ആദ്യത്തെ 1-2 ആഴ്ച ചെറിയൊരു വീക്ക് ഉണ്ടാവും, പിന്നെ ഒരു 1-2 മാസം ആകുമ്പോൾ മെല്ലെ മെല്ലെ അങ്ങനെ അത് തുടങ്ങുള്ളൂ. അപ്പോൾ 1-2 മാസം ആകുമ്പോൾ അതിൻ്റെ ഹീലിംഗ് പവർ തുടങ്ങുള്ളൂ. പിന്നെ അതൊരു 6 മാസം മുതൽ ഒരു വർഷം വരെ എടുക്കും അതിങ്ങനെ മെല്ലെ മെല്ലെ റിപ്പയർ ചെയ്യാൻ. ആ കാർട്ടിലേജ് അവിടെ റിപ്പയർ ചെയ്യാനും തേയ്മാനം കുറക്കാനൊക്കെ അത് സഹായിക്കും. യൂഷ്വലി അത് 1-2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. പക്ഷെ പല ആളുകളും പറയും PRP ചെയ്തു, ഒരു പ്രാവശ്യം ചെയ്തു, അവിടെ പോയി ചെയ്തു, ഇവിടെ ചെയ്തു, കുറവില്ല. പക്ഷെ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളതിൻ്റെ സ്റ്റേജ്, നമ്മൾ അസുഖത്തിൻ്റെ സ്റ്റേജ് മനസ്സിലാക്കണം. അതേപോലെ തന്നെ PRPൻ്റെ ക്വാളിറ്റി, എല്ലാ PRP ഒരേപോലെയല്ല. PRP പ്രിപ്പയർ ചെയ്യാൻ ഒരുപാട് പ്രോട്ടോക്കോൾ ഉണ്ട്, ഒരുപാടുണ്ട്. ഏത് മെഷീനിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് അവർ ആസ്പിറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ എന്തൊക്കെ പ്രിക്കോഷൻസ്, എന്തൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് പ്രിപ്പയർ ചെയ്തപ്പം, അതിൻ്റെ കൂടെയൊക്കെ എന്തൊക്കെ മെഡിസിൻ നിർത്തിയിട്ടുണ്ട്, എന്തൊക്കെ മെഡിസിൻ കൊടുക്കേണ്ടത്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന. അതുപോലെ അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള റീജനറേറ്റീവ് മെഡിസിനിൽ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഫെലോഷിപ്പ് ഉള്ള അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്താൽ ഇത് നല്ല എഫക്റ്റീവ് ആവുള്ളൂ. പിന്നെ നമ്മൾ അസുഖത്തിൻ്റെ സ്റ്റേജ്, നല്ലൊരു സർജറി ചെയ്യേണ്ട സ്റ്റേജ് അതെന്ന് വെച്ചാൽ ഗ്രേഡ് 4 അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റേജിലൊന്നും നമ്മൾ പോയിട്ട് PRP ചെയ്താലൊന്നും കുറവുണ്ടാവില്ല. കാരണം അവിടെ അത്രയും ഡീജനറേഷൻ സംഭവിച്ചു. ഈ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളായിട്ട് ഡാമേജ് ആയ ടിഷ്യൂവിനെ ഒന്നായിട്ട് റിപ്പയർ ചെയ്യില്ല, മറിച്ച് ഒരു പകുതി ചെറുതായിട്ട് ഡാമേജ് ആയി കിടക്കുന്ന സംഭവത്തിന് ഫുള്ളായിട്ട് റിപ്പയർ, നമ്മളെ ബോഡി അല്ലെങ്കിൽ നമ്മളെ ബോഡിയിലെ റിപ്പയറിങ് സിഗ്നലിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ്റെ പ്രത്യേകത. ഇത് ഹീൽ ചെയ്യാണത്. അതൊരു ഡാമേജ് ആയിരിക്കുന്ന നമ്മുടെ ടിഷ്യൂവിനെ ഹീൽ ചെയ്യുന്നത് സഹായിക്കുന്നതാണ് റീജനറേറ്റീവ് മെഡിസിൻ, PRP BMAC എന്നൊക്കെ പറയും. ഒന്നുകൂടെ പറയാം, ഈ PRP BMAC അല്ലെങ്കിൽ ബോൺ മാരോ കോൺസെൻട്രേറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ മുട്ടുവേദനയിൽ ഇപ്പോൾ നമ്മൾ പെയിൻ ബയോളജി അല്ലെങ്കിൽ പെയിൻ മെഡിസിനിൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇതൊന്നും ഒരു ഇഞ്ചക്ഷൻ ചെയ്ത ഉടനെ മുട്ടുവേദന ഫുള്ളായിട്ട് മാറി, തേയ്മാനം ഫുള്ളായിട്ട് മാറി എന്നല്ല, അത് സ്ലോ ആയിട്ട് പ്രോസസ്സാണ്. അവിടെ ഇങ്ങനെ മെല്ലെ മെല്ലെ അത് ഹീലിംഗ് ആയിട്ട് മെല്ലെ മെല്ലെ ഡാമേജ്. കാരണം ഇത് നമ്മൾ കൊടുക്കുന്ന പുറത്തുനിന്ന് നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മരുന്നോ ഇഞ്ചക്ഷൻസോ മെഡിസിനോ അല്ല, അതിനൊന്നും അത്ര എഫക്റ്റീവ് അല്ല. നേരെ മറിച്ച് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബ്ലഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോൺ മാരോ നിന്ന് എടുത്ത് നിൽക്കുന്ന കോൺസെൻട്രേറ്റ് അവിടെ കൊടുക്കുമ്പോൾ അത് നമ്മളെ ബോഡിയിൽ റിപ്പയറിങ് സിഗ്നലിങ്, അതായത് നമ്മളെ ബോഡി, നമ്മുടെ ബ്രെയിൻ പറയാണ് അവിടെ ഇങ്ങോട്ട് റിക്രൂട്ട്, അവിടെ ഡാമേജ് ഉണ്ട്, എല്ലാവരും ഇങ്ങോട്ട് വരും, നമുക്ക് അവിടെ റിപ്പയർ ചെയ്യുന്ന അങ്ങനെ സിഗ്നലിങ് ഫാക്ടേഴ്സിനൊക്കെ ആക്ടിവേറ്റ് ആക്കിയിട്ട് ചെയ്യുന്ന സംഭവമാണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയില്ലേ, PRP എന്നൊക്കെ പറയും. ഇത് നമ്മൾ പല ഏരിയയിൽ ഉപയോഗിക്കാം. മുട്ടിന് തേയ്മാനത്തിന് ഉപയോഗിക്കാം. യൂഷ്വലി നമ്മൾ സ്റ്റേജ് 1, 2, 3 സ്റ്റേജിലാണ് ഉപയോഗിക്കുന്നത്. കാരണം സ്റ്റേജ് 4 അത്രയും വല്ലാതെ എഫക്റ്റീവ് ആയിക്കോണമെന്നില്ല. സ്റ്റേജ് 4 എത്തുമ്പോൾ നിങ്ങൾ സർജൻസിനെ കണ്ടിട്ട് നല്ല പെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏജ് കുറവാണെങ്കിൽ മുട്ട് മാറ്റി വെക്കാൻ നോക്കണം. അല്ല നല്ല ഏജ് കൂടുതലാണ്, മുട്ട് മാറ്റി വെക്കാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെയൊക്കെ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പെയിൻ മെഡിസിനിൽ ചെയ്യാം. ജെനിക്കുലർ നെർവ് ബ്ലോക്കൊക്കെ ചെയ്താൽ വേദന കുറയും. അപ്പോൾ ഈ മുട്ട് തേയ്മാനത്തിൻ്റെ ഈ സ്റ്റേജസ് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം, എല്ലാ പേഷ്യൻസിനും PRP കൊടുത്താൽ ഡിലേ ആവാൻ കാരണം മിക്ക ആളുകളും വെയിറ്റ് ചെയ്യണം. അതായത് മുട്ടുവേദന തുടങ്ങി, അപ്പോൾ ഇവരോട് നമ്മൾ പറയും എക്സ്റേ എടുത്ത് നോക്കിയാൽ അത് സ്റ്റേജ് 1 or 2 എന്ന് പറയും.
വേറൊരു കാര്യം കൂടെ റൂൾ ഔട്ട് ചെയ്യണം. അവർക്കൊരു അതിൻ്റെ ഉള്ളിലുള്ള വാഷറുണ്ട്, മെനിസ്കസ് ഉണ്ട്. മെനിസ്കസിന് അത്രയും ടിയർ ഇല്ല. ചിലവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്തെങ്കിലും ട്വിസ്റ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ക്ലിനിക്കലി അല്ലെങ്കിൽ ഇമേജ് വൈസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. ചില ആളുകൾക്ക് ആൾറെഡി നല്ല മെനിസ്കസ് ടിയർ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ മെനിസ്കസ് മൈഗ്രേഷൻ അതെല്ലാം പൊട്ടി ഉള്ളിലോട്ട് തൂങ്ങിയെടുക്കുക. അങ്ങനെയൊക്കെ തന്നെ എന്തായാലും സർജൻസിനെ കാണിച്ചിട്ട് നമ്മളത് ആർത്രോസ്കോപ്പിക്കൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യണം. ഓർത്തോപെഡിക് സർജൻസ് അത് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ACL ലിഗമെൻറ്റ് ഫുള്ളായിട്ട് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗമെൻറ്റ് ഇഞ്ചറി ഫുള്ളായിട്ടുണ്ടെങ്കിലെല്ലാം സർജൻസിനെ കാണിച്ചാൽ അത് വളരെ രീതിയിൽ നല്ല റിപ്പയർ. നല്ല മറിച്ച് കുറച്ച് കീറിയിട്ടുണ്ട്, ചെറിയ ഡാമേജ് ഉള്ളൂ, അതേപോലെ അതിൻ്റെ കൂടെ തേയ്മാനം, ഇങ്ങനത്തെ ആളുകൾക്കാണ് നമ്മൾക്ക് ഈ PRP അല്ലെങ്കിൽ BMAC നല്ലതായിട്ട് എഫക്റ്റീവ് ആകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവർ ഈ എത്രയും ആളുകൾ ഈ ഡിലേ ആകാൻ കാരണം എന്താ വെച്ചാൽ ഇവർ കുറേ വെയിറ്റ് ചെയ്യണം. അതായത് എക്സ്റേ എടുത്തിട്ടുണ്ടാവും, തേയ്മാനം എന്ന് അറിയാം, എന്നാലും അതിൻ്റെ ശേഷം നമ്മളിങ്ങനെ ഓക്കെ കുറയും എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റേജ് 1ാമത്തെ സ്റ്റേജ് 4ാമത്തെ സ്റ്റേജ് ആക്കുകയാണ് ചെയ്യുന്നത്. വെയിറ്റ് ചെയ്ത് കാലങ്ങളോളം വർഷങ്ങളോളം വെയിറ്റ് ചെയ്ത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ബയോളജിക്സ് അല്ലെങ്കിൽ പെയിൻ ബയോളജിക്സ് അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ ബയോളജിക്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു പേടിക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ ഒന്നുമല്ല. കാരണം ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന്, നിങ്ങളുടെ ബ്ലഡിൽ നിന്ന്, നിങ്ങളുടെ ബോൺ മാരോ നിന്ന് എടുത്ത് കൊടുക്കുന്ന കോൺസെൻട്രേറ്റ് ആണ്. അല്ല പുറത്തുനിന്ന് വരുന്ന ഒരു ഇഞ്ചക്ഷനെ പോലുള്ള ഒരു മെഡിസിനെ പോലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ പ്രിപ്പയർ ചെയ്യുന്ന നല്ല സ്റ്റെറൈൽ നല്ല സെൻറ്ററിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ഇഞ്ചെക്ട് ചെയ്താൽ അത് സ്റ്റെറൈലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് പ്രിപ്പറേഷൻ, ക്വാളിറ്റി, ക്വാണ്ടിറ്റി എല്ലാം മാറ്റേഴ്സാണ്. കാരണം എല്ലാവരും പറയും ഇവിടുന്ന് എടുത്തു, അവിടെ PRP ഇത്ര കോസ്റ്റേ ഉള്ളൂ, ഇവിടെ PRP ഭയങ്കര കോസ്റ്റ്, അവിടെ കോസ്റ്റ്, ഇങ്ങനെയൊക്കെ പല കണ്ടീഷൻസ് പറയും. അവിടുന്ന് കുറച്ചേ തന്നുള്ളൂ, ഇവിടുന്ന് കുറച്ച് തന്നു, ഒരു വട്ടം തന്നുള്ളൂ. ഇതൊക്കെ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കൺഫ്യൂഷൻസ് വരുന്നത്. യൂഷ്വലി PRPക്ക് ഓരോ പ്രോട്ടോക്കോൾ ഉണ്ട്, അത് സെൻട്രിഫ്യൂജ് ചെയ്യുന്ന മെഷീൻ ഓരോ സെറ്റിങ്സ് ഉണ്ട്, അങ്ങനെ പല പ്രോട്ടോക്കോൾ പല സെറ്റിങ്സ് തന്നെ. നമ്മൾ ക്വാളിറ്റി PRP, നമ്മളൊരു മെഡിസിൻ തന്നെ പല ക്വാളിറ്റിയിലുള്ള പോലെ തന്നെ ക്വാളിറ്റി PRP കൊടുക്കുമ്പോൾ മാത്രമേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. PRP അല്ലെങ്കിൽ BMAC ഇതെല്ലാം ഒരു വൺ ടൈം വണ്ടർ, ഉടനെ മാറ്റുന്നില്ല. നമ്മളെ ബോഡിയുള്ള സിഗ്നലിങ് കൂട്ടിയിട്ട് ഹീലിംഗ് പവർ, നമ്മുടെ സ്വന്തം ബയോളജി, നമ്മുടെ സ്വന്തം ശരീരത്തിലെ ധാതുക്കൾ വെച്ചിട്ട് റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് സൈഡ് എഫക്റ്റ് കുറവായിരിക്കും. അതിൻ്റെ ഉള്ള എഫക്റ്റ് കുറേ കാലം എഫക്റ്റീവ് കിട്ടും. അതുകൊണ്ട് തന്നെ പെയിൻ കില്ലേഴ്സിൻ്റെയും ആവശ്യമില്ലാത്ത മരുന്നിൻ്റെ എല്ലാം എഫക്റ്റീവ്നെസ് കുറയ്ക്കാൻ പറ്റും. അതേ കൂടെ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ ഇൻ്റർവെൻഷൻ പോലെ, അതായത് നല്ല ന്യൂട്രീഷൻ കഴിക്കുക, വെയിറ്റ് കുറയ്ക്കുക, മോഡറേറ്റ് എക്സസൈസ് ചെയ്യുക, നല്ല സ്ലീപ്പ് ചെയ്യുക, ഇങ്ങനെ റെഗുലറായിട്ട് ഇത് ഒരു ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയാം. നമ്മുടെ ബോഡിയുടെ ഓട്ടോമാറ്റിസിറ്റി, നമ്മളൊരു യങ്ങായിരുന്നപ്പോൾ, ഒരു കുട്ടിയായിരുന്നപ്പോൾ ഉള്ള നമ്മളെ ഓട്ടോമാറ്റിക് എല്ലാം ബോഡി തന്നെ ചെയ്യുന്നത്. നമ്മളെ എല്ലിന് ഗ്രോത്ത് ഉണ്ടാക്കുന്നത്, നമ്മളെ മസിൽ വലുതാക്കുന്നത്, നമ്മുടെ ശരീരം എല്ലാം നമ്മളെ ബ്രെയിൻ ആൻഡ് സിഗ്നൽ എൻഡോക്രൈൻ ഹോർമോൺസാണ് ചെയ്യുന്നത്. അതേപോലെയുള്ള ഒരു ഓട്ടോമാറ്റിസിറ്റി റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പെയിൻ ബയോളജിക്സ് അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിനിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ എവിടെ ഡാമേജ് ആയാലും, ഏറ്റവും കൂടുതൽ ഞാനിത് പറയാൻ കാരണം മുട്ടുവേദനയിൽ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകൾ എഫക്റ്റീവാണ്. അത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ചില ആളുകൾക്ക് 1-2 വർഷം കഴിഞ്ഞാൽ വീണ്ടും വേദന വരും, സ്റ്റേജ് കൂടിയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും കൊടുക്കാം. ഇതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. വരിക, ഇഞ്ചക്ഷൻ കൊടുക്കുക, പോവുക എന്നുള്ളൂ. അല്ലാതെ അതിന് കൂടുതൽ ദിവസം റെസ്റ്റ് കാര്യങ്ങളൊന്നും വേണ്ട. അത് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ. ഈ മുട്ട് തേയ്മാനം അല്ലെങ്കിൽ ഈ പാർഷ്യൽ ലിഗമെൻ്റ് മെനിസ്കട്ട് ഏരിയയിലെല്ലാം കൊടുക്കുന്ന BMAC, സ്റ്റെം സെൽസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത്രയൊന്നുമില്ല. ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ, നമ്മളെ ബ്ലഡിൽ, നമ്മളെ ലിഗമെൻറ്റിനുള്ള റുട്ടീനായിട്ട് നടക്കുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ്, വളരാൻ സഹായിക്കുന്ന സംഭവങ്ങൾ, റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുന്ന കെമിക്കൽസ്, ഇതൊക്കെ നമ്മളെ ബോഡിയുള്ള കെമിക്കൽസ് വെച്ച് റിപ്പയർ ചെയ്യുന്നതുകൊണ്ട് പറയുന്ന പേരാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ റീജനറേറ്റീവ് മെഡിസിനിൽ പെയിൻ ബയോളജിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു സംഭവമാണ്. പുതിയ സംഭവമല്ല, കുറച്ച് പഴക്കമുണ്ട്. പക്ഷേ പുതിയതായിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയാൻ കാരണം ആളുകൾക്കൊന്നും അറിയില്ല. ആളുകൾ കുറേ കാലം മെഡിസിൻ കഴിക്കുന്നു. അതിന് പകരം നമ്മളെ ബോഡിയുള്ള കെമിക്കൽസ്, ദ്രാവകങ്ങൾ വെച്ച് റിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഒതൻസിറ്റി ഉണ്ട്, അതിനൊരു സേഫ്റ്റി മാറ്റേഴ്സ് ഉണ്ട്. അതോടുകൂടി പ്രോട്ടോക്കോൾ അനുസരിച്ച് അത് എവിടെ നിന്നാണ് ചെയ്യുന്നത്, എത്ര ക്വാളിറ്റി ഉണ്ട്, എങ്ങനെയാണ്, ആരാണ് പ്രിപ്പയർ ചെയ്തത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ മാറ്റേഴ്സാണ്. എന്നാൽ അതിനൊരു സേഫ് ആൻഡ് ക്വാളിറ്റി വൈസ് നമുക്ക് PRP റീജനറേറ്റീവ് മെഡിസിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യമാണ് നമ്മുടെ മുട്ട് തേയ്മാനം. ഞാൻ ക്ലിപ്പിൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ എല്ലാ വേദനകളും മുട്ട് തേയ്മാനമല്ല, ലിഗമെൻ്റ് ഇഞ്ചുറി ഇല്ല, അല്ലെങ്കിൽ മെനിസ്കസ് ടിയർ ഇല്ല, ഇൻഫെക്ഷൻ ഇല്ല. ഇതെല്ലാം ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോക്കിയിട്ട് എക്സ്റേ
അല്ലെങ്കിൽ ഇമേജിംഗ് എല്ലാം നോക്കിയിട്ട് മാത്രമേ നമ്മൾ PRP ചെയ്യാറുള്ളൂ. സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ചെയ്താൽ വളരെ എഫക്റ്റീവാണ്. ഈ റീജനറേറ്റീവ് മെഡിസിൻ, അതായത് റീജനറേറ്റ് ചെയ്യുന്ന മെഡിസിൻ, അല്ലെങ്കിൽ പെയിൻ ബയോളജിക്സ്, പെയിൻ മോഡുലേറ്റിംഗ് ബയോളജിക്സ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബയോളജിക്സ്, ഓൺ ബയോളജിക്കൽ മെഡിസിൻസ് എന്നൊക്കെ പറയും. നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽസ് എടുത്തിട്ട് നമ്മളെ ബോഡിയിൽ തന്നെ യൂസ് ചെയ്യുന്ന ഈ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് പവർ ഓഫ് അവർ ബോഡി യൂസ് ചെയ്യും. ഇതെല്ലാവർക്കും എഫക്റ്റീവാണ്. എൽഡേർലി, നല്ല പ്രായമുള്ളവർക്കും അല്ലെങ്കിൽ പല രോഗങ്ങൾ, ഷുഗർ, മറ്റുള്ളവർക്കുള്ള അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറഞ്ഞു വരും. കാരണം അവരെ ക്വാളിറ്റി ഓഫ് ബ്ലഡ് പ്രോഡക്ട്സ് എല്ലാം കുറവായിരിക്കും. ബാക്കിയുള്ള മിക്ക ആളുകൾക്ക് ഇതെല്ലാം നല്ല എഫക്റ്റീവാണ്. നിങ്ങൾക്കെല്ലാം തേയ്മാനം അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യ സ്റ്റേജിൽ തന്നെ അത് ചെയ്താൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഈ ഡീഗ്രേഡേഷൻ, അവിടെ തേയ്മാനം കുറഞ്ഞിട്ട് നമുക്കത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും. മറ്റത് സ്റ്റേജ് 1, 4 എത്തിയാൽ പിന്നെ നമുക്ക് അതിനുള്ള ചാൻസുകളൊക്കെ വളരെ കുറവാണ്. ഇത്രയും കാര്യമാണ് നമ്മുടെ PRP അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ BMAC ഈ മുട്ടുവേദനയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.